നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങളെല്ലാം ട്രാവൽ വീഡിയോസ് ഒക്കെ കണ്ട് കുറച്ച് മടുത്തിരിക്കാമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി ഫ്രാൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഫ്രാൻസിൽ എന്താ ഇത്ര സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ സംസാരിക്കാനുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് കാര്യം എടുക്കും. എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമേ ഇവിടെ ഫ്രാൻസിലേക്ക് വന്നത്. അപ്പം പുള്ളിക്കാരനോട് വരുന്ന സമയത്ത് ഇവിടെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ യു കെയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ യു കെയിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഷോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടി വരും, അവിടുത്തെ പെർമിറ്റ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ കുറെ ഡീറ്റെയിൽസ് കാണും. പക്ഷെ ഫ്രാൻസിലേക്ക് വരുമ്പം പുള്ളിക്കാരൻ നോക്കിയിട്ട് അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ആരുടെ അങ്ങനെ കണ്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫ്രാൻസിലേക്ക് വരുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്കോ അങ്ങനെ എന്തെങ്കിലും ജോലിയുടെ ആവശ്യങ്ങളായിട്ടോ ഒക്കെ വരുന്നവർക്കായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലിപ്പം റെസിഡൻസ് പെർമിറ്റിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തുടർന്ന് വരുന്ന വീഡിയോസിൽ ഞങ്ങൾ ഇവിടുത്തെ ഉള്ള മിക്ക കാര്യങ്ങളും എന്ന് വെച്ചാൽ ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടത്, മൊബൈൽ നമ്പർ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, ലൈക്ക് റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ ടെമ്പററി നമുക്കൊരു കാർഡ് കിട്ടും. സോ അതൊക്കെ എങ്ങനെ നമുക്ക് കിട്ടും, അതിന്റെ കാറ്റഗറീസ്, പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഫ്രാൻസിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അറിയേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ എസ്പെഷ്യലി ലാംഗ്വേജ് അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടാവേണ്ട ഏറ്റവും നല്ലതായിരിക്കും, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ. കാരണം കുറേ പേരോട് വന്നിട്ട് കഷ്ടപ്പെടുന്ന ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോസാണ്. ഇപ്പം നിങ്ങളിപ്പം ഈ വീഡിയോ ഫ്രാൻസിലേക്ക് ഉടനെ വരുന്നില്ല, ചിലപ്പോൾ നിങ്ങളൊരു ജനറൽ നോളജിന് വേണ്ടി ഈ വീഡിയോ കാണുന്നവരായിരിക്കും, എങ്കിലും നിങ്ങൾക്ക് വെൽക്കം ഈ വീഡിയോ കാണാൻ. പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ആരെങ്കിലും ഇതൊക്കെ ഫ്രാൻസിൽ പോകാനോ അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയിലൊക്കെ വരാനിരിക്കുന്ന ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരാളെ കടമെടുക്കേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമേ ഫ്രാൻസിലേക്ക് വന്നത്. അപ്പോൾ ഇവിടുത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എന്നേക്കാളും പറഞ്ഞു തരാൻ നിങ്ങൾക്ക് പറ്റുന്നത് എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കും. അപ്പം ഞാൻ ഹസ്ബൻഡ് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തരും എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പെർമിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പോസ്റ്റ് ഡോഗ് ആയിട്ടാണ് ഫ്രാൻസിലേക്ക് ഫസ്റ്റ് വരുന്നത്. എൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അറൗണ്ട് ഒരു ഫെബ്രുവരി സമയത്താണ്. മാർച്ചൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അയച്ചു കൊടുത്തു. ഐഡിയലി പറയുകയാണെങ്കിൽ എനിക്ക് ഏപ്രിൽ ഒരു ഡോക്യുമെൻ്റ് വരണം. എൻ്റെ പേര് കൺവെൻഷൻ ഡെ അക്യുവൽ എന്നാണ്. ലൈക്ക് ഒരു ജോബ് ഓഫർ എന്ന് നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ ഫ്രഞ്ച് ഡോക്യുമെൻ്റ് ആണത്. ഇതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. ഇത് നമുക്ക് വേണം. ഇതുണ്ടെങ്കിലാണ് നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡോക്യുമെൻറ്റിന് എനിക്ക് കുറേ ടൈം എടുത്തു. ആക്ച്വലി അറൗണ്ട് ഒരു 3-4 മന്ത്സ് എടുത്തു അത് കിട്ടാനായിട്ട്. കാരണം എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഫണ്ടിങ് ഇഷ്യൂ കാരണമായിരുന്നു അത്. കാരണം എൻ്റെ ഫണ്ട് വരുന്ന ഇന്ത്യയിൽ നിന്നായിരുന്നു. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പക്ഷെ ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ CNRS എന്ന് പറയുന്നത് ഇവിടുത്തെ നാഷണൽ സയൻറ്റിഫിക് ഡിവിഷനാണ്. അതായത് ബേസിക്കലി ഒരു പബ്ലിക് സർവീസാണ്. പബ്ലിക് സർവീസ് ഡൊമൈൻ ആയതുകൊണ്ട് അവർ തേർഡ് പാർട്ടി ഫണ്ടിങ്സ് ഒന്നും അലോ ചെയ്യില്ല. അപ്പോൾ ഇന്ത്യയിലെ ഫണ്ട് ഇവിടുത്തെ ഫ്രഞ്ച് ഗവൺമെൻറ്റിന് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ കോംപ്ലിക്കേഷൻസ് കാരണം എനിക്ക് ഈ ജോബ് ഓഫർ വരുന്നുണ്ടായിരുന്നില്ല. മീൻസ് അത് വരും, പക്ഷെ അതിൻ്റെ കണ്ടീഷൻസ് സെറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അത് തന്നെ എൻ്റെ സാലറി അവർക്ക് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇവിടുത്തെ സാലറി കൊടുക്കണം. അപ്പോൾ ആ സാലറിക്ക് മാച്ച് ആയിട്ടുള്ള ടൈം ലൈനിലേക്ക് ഇനിഷ്യലി 2 വർഷത്തെ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. പക്ഷെ അത് ഫൈനലി ഇവിടുത്തെ ബേസിക് സ്റ്റാൻഡേർഡ് ലീവിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോഴത്തേനും അതെനിക്ക് 14 months ആയിട്ട് ആ കോൺട്രാക്ട് ചുരുങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് കാരണം ലേറ്റായി. പിന്നെ എസ്പെഷ്യലി ഫ്രഞ്ച് പേപ്പർ വർക്ക് എന്ന് പറയുന്നത് നല്ല ഡിലേഡ് ആണ്. സോ അതിന് കുറേ സമയമെടുക്കും. അതും ഒരു കാരണമായിരുന്നു. പിന്നെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഏകദേശം ഒന്ന് സെറ്റായത് മെയ്യിലാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഫ്രാൻസിലെ സമ്മർ ടൈമാണ്. അപ്പം ഒരുപാട് പേര് വെക്കേഷൻ എടുക്കുന്ന സമയമാണ്. അതും ഒരു ഫാക്ടറായിരുന്നു. അത് കഴിഞ്ഞ് സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ വിസ അപ്ലൈ ചെയ്തു.
വിസയ്ക്ക് എനിക്കെടുത്തത് എനിക്ക് തോന്നുന്നു ഒരു 20 days ആണ്. ഞാൻ പിന്നെ November 1 ഞാൻ ഇവിടെ ഒഫീഷ്യലി വന്നത്. പിന്നെ ഈ കൺവെൻഷൻ ടെക്വൽ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് നമുക്ക് ഹാർഡ് കോപ്പി വേണം വിസ അപ്ലൈ ചെയ്യാൻ. കാരണം നമ്മൾ VFSൽ വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ബയോമെട്രിക്സിൻ്റെ കൂടെ ഈ ഒറിജിനൽ ഡോക്യുമെൻ്റ് പാസ്പോർട്ടിൻ്റെ കൂടെ നമുക്ക് സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻ്റ് പോയി സ്റ്റാമ്പ് അടിച്ച് തിരിച്ചു വരുമ്പോൾ ഈ ഡോക്യുമെൻ്റ് തിരിച്ചു വരും. ഈ ഡോക്യുമെൻ്റ് വേണം നമ്മുടെ എല്ലാ ഇമിഗ്രേഷനിലും ഇവർ ചോദിക്കും നിങ്ങളുടെ ജോബ് ഓഫർ എന്താണ്, എന്ത് ചെയ്യുന്നത്. അപ്പം അതിന് ഈ ഡോക്യുമെൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കളർ പ്രിൻ്റ് എടുത്ത് കൊടുത്താലൊന്നും സമ്മതിക്കില്ല. അവർ വീണ്ടും തിരിച്ച് ഒറിജിനൽ സബ്മിറ്റ് ചെയ്യാനൊക്കെ പറയും. പിന്നെ November 1 ഞാൻ ഫസ്റ്റ് ഫ്രാൻസിൽ വരുന്നത്. വന്ന ദിവസം തന്നെ ഒരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കടയൊന്നും ഉണ്ടാവാറില്ല പൊതുവെ പബ്ലിക് ഹോളിഡേയ്സിൽ. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് സൺഡേയിലെ ആ ഒരു രീതിക്കാണ്. അതായത് ട്രാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ലൈനുകൾ 1 in 15 minutes ചിലത് 1 in 30 minutes ആണ്. സോ ഞാൻ അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കാതെയാണ് പോയത്. വരുന്ന ഡേറ്റ്, ഇവിടെ അറൈവ് ചെയ്യുന്ന ഡേറ്റ് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പബ്ലിക് ഹോളിഡേ ആണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ ടാക്സി എടുത്ത് ഹോട്ടലിലേക്ക് വരേണ്ട വന്നു. ഹോട്ടലിൽ വന്ന് പിറ്റേ ദിവസം എൻ്റെ സൂപ്പർവൈസർ പുള്ളി കാറുമായിട്ട് വന്നു ഓഫീസിലേക്ക് പോകാനായിട്ട്. എൻ്റെ അക്കോമഡേഷൻ ഇനിഷ്യലി അറേഞ്ച് ചെയ്തത് ഓഫീസിൽ നിന്നായിരുന്നു. ഫസ്റ്റ് 1 month ഓഫീസിൽ നിന്നും, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തന്നെ വേറൊരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ അതിന് എനിക്ക് അത്ര സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് പറയണം. കാരണം ഏറ്റവും വലിയ സ്ട്രഗിൾ ഫേസ് ചെയ്യാന്ന് പറയുന്നത് ലാംഗ്വേജ് ഇഷ്യൂ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾമോസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞത് ഫെബ്രുവരിയിലാണ്. മാർച്ചിൽ ഞാൻ സബ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഏപ്രിൽ പോകണം എന്നുള്ള ഒരു മെൻ്റലി ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഴയ ജോബ് റിസൈൻ ചെയ്തിട്ട് വീട്ടിലിരിക്കുമായിരുന്നു ഈ ലെറ്റർ കിട്ടാൻ വേണ്ടി. സോ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടിയിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ ഡിയോലിംഗോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതിൽ ഞാൻ ഫ്രഞ്ച് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചില ഫ്രഞ്ച് വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി, ഫ്രഞ്ച് മൂവീസ് കാണാൻ തുടങ്ങി. അപ്പം ഗ്രീറ്റിങ്സ്, ചെറിയ ഗ്രീറ്റിങ്സ്, പിന്നെ താങ്ക് യു, പ്ലീസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വൊക്കാബുലറി നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്നത്, ലൈക്ക് സൂപ്പർ മാർക്കറ്റിന് എന്താ പറയുക, അല്ലെങ്കിൽ മണിക്ക് എന്താണ് ഫ്രഞ്ച്, അങ്ങനെ കുറേ ഫ്രഞ്ച് വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡയറക്ഷൻ, റൈറ്റ് ലെഫ്റ്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ വേർഡ്സ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫ്രഞ്ച് പറയാൻ അറിയത്തില്ലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഫ്രഞ്ചിലൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് കുറേയൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. അതാണ് ഒരു കാര്യം. സോ ഫ്രഞ്ച് ലാംഗ്വേജ് അറിയുന്നത് എപ്പോഴും ബെറ്ററാണ്. ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് ആണ് കൂടുതലും. പിന്നെ ഇവിടെ അക്കോമഡേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് ആക്ച്വലി. കാരണം ഫ്രഞ്ച് ഒത്തിരി സ്കാമേഴ്സ് ഉണ്ട്. ആദ്യം പൈസ ചോദിക്കുന്ന കുറേ ടീമുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊന്നും പെട്ടുപോകാതെ സൂക്ഷിക്കുക. ഓൺലി ആഫ്റ്റർ നമുക്ക് കീ കിട്ടിയതിന് ശേഷം മാത്രമേ ഡിപ്പോസിറ്റ് ആണെങ്കിലും എന്ത് പൈസയാണ്, ഒരു യൂറോ ആണെങ്കിൽ പോലും ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെയുള്ള സ്ട്രഗിള് എനിക്ക് ഫീൽ ചെയ്ത് കൂടുതലുള്ളത് പേപ്പർ വർക്കുകളാണ് ഇവിടുത്തെ. അതായത് ഇവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത്, അതേപോലെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക്, സ്റ്റുഡൻസ് എന്നല്ല, ലോ വേജ് കിട്ടുന്ന പ്രൊഫഷനിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൗസിങ് അലവൻസസ് ഉണ്ട്. ലൈക്ക് ഇവിടുത്തെ ടാക്സ് സിസ്റ്റമൊക്കെ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് തന്നെ ഒരു വീഡിയോ ആക്കാനുള്ളതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ ഇതിന് സോഷ്യൽ ഹൗസിങ് എന്നുള്ള ഒരു നമ്മൾ നാട്ടിൽ സബ്സിഡി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സെറ്റപ്പ് ഇവിടെയുണ്ട്. അതിന് പറയുന്നതാണ് കാഫ് എന്ന് പറയുന്നത്. കാഫ് ബെനിഫിറ്റ് കിട്ടുന്നത് നല്ലതാണ്. കാരണം കാഫ് ബെനിഫിറ്റ് ആ ലെറ്റർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഫ്രീ ട്രാൻസ്പോർട്ട്, അതേപോലെ ഫ്രീ ട്രെയിൻ പാസ് ഇൻ ദ റീജിയൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതും വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. കാരണം ഇതൊരു ഒറ്റ വീഡിയോയിൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. റെസിഡൻസ് പെർമിറ്റ്, പിന്നെ കാഫ്, പിന്നെ ട്രാമിൻ്റെ പാസ്, അതായത് TBM ആണ് പറയുക, ബോർദോയുടെ ട്രാൻസ്പോർട്ട്, ബോർദോ മെട്രോപോൾ എന്നാണ് പറയുന്നത്. അവരാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അതിനൊരു ട്രാവൽ കാർഡുണ്ട്. അത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഒരു ഡിഫിക്കൽട്ടി. എല്ലാത്തിനും
ജനറലി ഫ്രഞ്ച് ഒരു മസ്റ്റ് കാര്യമാണ്. കാരണം ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ വെബ്സൈറ്റുകളെല്ലാം ഫ്രഞ്ചിലാണ്. അവർക്ക് ഇംഗ്ലീഷ് വേർഷൻ ഇല്ല. ആകെയുള്ളത് മെഷീൻ ട്രാൻസ്ലേറ്റഡ് അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റഡ് വെബ്സൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒറിജിനൽ ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് ഇല്ല. അപ്പം കുറച്ചൊക്കെ ഫ്രഞ്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം ഫ്രഞ്ചിലാണ്. പിന്നെ ചില ബാങ്കുകൾ ഫ്രഞ്ച് നമ്മൾ ഇച്ചിരിയെങ്കിലും ഫ്രഞ്ച് സംസാരിക്കുന്നില്ലെങ്കിൽ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനേ സമ്മതിക്കുകയല്ല. അവർ പറയും മിനിമം ഫ്രഞ്ച് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ഇഷ്യൂ ലിറ്റിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ബാങ്കിൽ പോയപ്പോൾ. അപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഇറ്റ്സ് എ മസ്റ്റ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. അതൊരു ഡോക്യുമെൻ്റ് ആയിട്ട് വേണമെന്നില്ല. നിങ്ങൾക്ക് ഫ്രഞ്ചിൽ ചെറിയ ഗ്രീറ്റിങ്സ് ഒക്കെ, അതായത് ശരിക്കും നമ്മൾ ഹലോ ക്യാൻ ഐ ഓപ്പൺ ആൻ അക്കൗണ്ട് ഹിയർ എന്ന് പറയുന്നതിനേക്കാളും ബോൺജോർ ഐ വോണ്ട് ടു ഓപ്പൺ ആൻ അക്കൗണ്ട് എന്ന് പറയുന്നതിനൊരു ഡിഫറൻസ് ഉണ്ട്. ജസ്റ്റ് ആ ഗ്രീറ്റിങ്സിൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. പിന്നെ ബോർദോ സിറ്റി ആസച്ച് ഇവിടുത്തെ ആൾക്കാർ നല്ല ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഇതല്ല എപ്പോഴും ഫ്രാൻസിലെ എല്ലാ റീജിയൺ ടു റീജിയൻ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് ഗ്രനോബിളിലെ ആൾക്കാർ അത്ര സപ്പോർട്ടീവ് ഒന്നും അല്ലാന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, എൻ്റെ അറിവാണ്. ലൈക്ക് നിങ്ങളങ്ങനെ ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന കേസൊന്നുമല്ലത്. അപ്പോൾ എനിക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്തതെല്ലാം നല്ല ആൾക്കാരാണ്. ഈവൻ നമുക്ക് ഫ്രഞ്ച് അറിയത്തില്ലെങ്കിലും അവർ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവർക്ക് എന്താണ് കൺവേ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ആൾക്കാർ, അറ്റ്ലീസ്റ്റ് ബോർദോയിലുള്ളവർ ശ്രമിക്കാറുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ അല്ല, എല്ലാം ബൈ പേപ്പറാണ്, പേപ്പർ വർക്കുകളെല്ലാം. അതാണ് ഒരു ഡിഫിക്കൽട്ടി. ഇപ്പോൾ കുറച്ചൊക്കെ മാറുന്നുണ്ട്, എന്നാലും കൂടുതലും പേപ്പർ വർക്കുകൾ എല്ലാം ഫ്രഞ്ചിലാണ്. സോ ഫ്രഞ്ചിൽ തന്നെയല്ല, പേപ്പറായിട്ടാണ്, ഡിജിറ്റൽ ഫോം അല്ല. അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ സമയമെടുക്കും പേപ്പർ വർക്ക് നടക്കാനായിട്ട്. യൂട്യൂബിൽ തപ്പിയിരുന്നു ഫ്രാൻസിനെ പറ്റി, അല്ലെങ്കിൽ എസ്പെഷ്യലി ബോർദോയെ പറ്റി ഞാൻ നോക്കിയപ്പോൾ കണ്ടത് എല്ലാ വീഡിയോയും ഫ്രഞ്ചിലാണ്. ഒരു ഇന്ത്യൻ പോലും ഇല്ലാത്തതാണ് ഞാൻ വിശ്വസിച്ചത്. അത് തന്നെയല്ല, ഞാനിവിടെ വന്നപ്പോഴും അത് സർപ്രൈസിങ് ആയിരുന്നു. കാരണം നമ്മൾ പൊതുവെ പറയുന്ന ഒരു ഡയലോഗല്ലേ, ഏത് നാട്ടിൽ പോയാലും 6 എണ്ണത്തിൽ ഒരുത്തൻ ഇന്ത്യൻ ആയിരിക്കും അല്ലെങ്കിൽ മലയാളി ആയിരിക്കും. അത് ഞാനിവിടെ കണ്ടില്ല. ഞാൻ വന്ന സമയത്ത് എനിക്കൊന്ന് ഒരു 6-7 മാസത്തിന് ശേഷമാണ് ഒരു മലയാളീനെ ഞാൻ ശരിക്കും കണ്ടത്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ 10-25 പേരുണ്ട് ഈ സിറ്റി തന്നെ എനിക്കറിയാവുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു കാരണം ഫ്രഞ്ച് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഇംഗ്ലീഷ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് അറിയാവുന്ന, ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഏത് നാട്ടിൽ പോയാലും സർവൈവ് ചെയ്യാമെന്ന്. ആ തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം ഇവരുടെ ലാംഗ്വേജിന് ഒരു എന്താ പറയുക, അവരുടെ കൾച്ചർ കംപ്ലീറ്റ്ലി പോകാതെ സൂക്ഷിക്കുന്ന ഒരു കൾച്ചർ ഫ്രഞ്ച് കൾച്ചറിനുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. എങ്ങനെയാണ് അവർ ആ ലാംഗ്വേജ് പ്രിസർവ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. അവർ പഠിക്കുന്നത് കോളേജിൽ എത്തുമ്പോഴാണ് ഇംഗ്ലീഷ് ജസ്റ്റ് പഠിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ മാറി വരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എനിക്ക് ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ്. റെസിഡൻസ് പെർമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ യു കെയിലുള്ളവർക്ക് അറിയാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നത്, നമ്മുടെ യു കെയിലെ BRP കാർഡ് എന്ന് പറയുന്ന പോലെയാണ് നമുക്കിവിടെ റെസിഡൻസ് പെർമിറ്റ്. അത് ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടെന്ന് റെസിഡൻസ് പെർമിറ്റ് എന്ന് പറയുന്നത്. ഫ്രഞ്ചിൽ അതിന് പറയുക കാർത്തെ ദെ സെജുവർ എന്നാണ്. കാർത്തെ മീൻസ് കാർഡ്, സെജുവർ മീൻസ് പെർമിറ്റ്. സോ പെർമിറ്റ് കാർഡ് എന്നാണ് ബേസിക്കലി അത് ഉദ്ദേശിക്കുന്നത്. സോ ഈ കാർഡ് കിട്ടുക 3 മാസത്തിൽ കൂടുതൽ ഇവിടെ വർക്കിന് വേണ്ടിയോ അല്ലാതെയോ ജീവിക്കുന്നവർക്ക് കിട്ടുന്ന കാർഡാണ്. ലൈക്ക് ടൂറിസത്തിനായിട്ട് ഇവിടെ വരുന്നവർക്ക് ഈ കാർഡിന്റെ ആവശ്യമില്ല. അവരുടെ പാസ്പോർട്ടിലെ സ്റ്റാമ്പ് മാത്രം മതി. പക്ഷെ 1 വർഷത്തിൽ 6 മാസത്തിൽ കൂടുതൽ ഇവിടെ താമസിക്കുന്നവർക്ക് ഈ കാർഡ് മസ്റ്റാണ്. കാരണം നമ്മൾ നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഫസ്റ്റ്ലി നമുക്ക് പാസ്പോർട്ടിൽ അടിക്കുന്ന സ്റ്റാമ്പ് എന്ന് പറയുന്ന 3 മാസത്തെ സ്റ്റാമ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ നാട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എപ്പോഴും വിസ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഈ കാർഡ് ആവശ്യമാണ്. അത് തന്നെയല്ല, എവിടെ ചെന്നാലും ID കാർഡായിട്ട് ഇവർ ചോദിക്കുന്ന ഒന്നെങ്കിൽ കാർത്തെ സെജുവർ ആണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് പാസ്പോർട്ടാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു റിയലി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ പല കാറ്റഗറി ഉണ്ട് ഇവിടെ വിസ ടൂറിസം അല്ലാതെ വരുന്നതിൽ. അതിൽ ലോങ് സ്റ്റേയിൽ മെയിൻലി 3-4 കാറ്റഗറി ഞാൻ പറയാം. ഒന്ന് എറ്റുഡിയൻ്റ് എന്ന് പറയുന്നത്, അതായത് സ്റ്റുഡൻറ്റ് വിസ. പിന്നെ രണ്ടാമത്തേത് പാസ്പോർട്ട് ടാലൻറ്റ് എന്ന് പറയുന്ന ഒരു വിസ കാറ്റഗറിയാണ്. അതായത് PhD ചെയ്യാൻ വരുന്നവർ, അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്സ്,
അങ്ങനെയുള്ളവർക്ക് കൂടുതലും കിട്ടുന്നത് പാസ്പോർട്ട് ടാലൻ്റ് ആണ്. പിന്നെ വേറൊരു കാറ്റഗറി എന്ന് വെച്ചാൽ സാലറി എന്നാണ്. അതായത് ഈ മൾട്ടിനാഷണൽ കമ്പനീസിൽ ഒന്നെങ്കിൽ ഓൺ സൈറ്റ് വരുന്നവർക്കും അല്ലെങ്കിൽ വിസിറ്റിന് വരുന്നവർക്കും ഒക്കെ 3 മാസത്തിൽ കൂടുതൽ ഇവിടെ സ്റ്റേ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഇതാണ് സാലറി എന്ന് പറയുന്ന വിസ കാറ്റഗറി. പിന്നെ ഉള്ളത് ലോങ് ടൈം, അതായത് 90 ദിവസത്തിന് മുകളിൽ വരുന്ന എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും നമുക്ക് റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം. പിന്നെ അപ്ലൈ ചെയ്യുന്ന രീതി പലർക്കും പല രീതിയാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് ലിറ്റി 2ാമതാണ് വന്നത്. അപ്പം അങ്ങനെ വരുന്നവർക്ക് ഈ റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന കാറ്റഗറി വേറെയാണ്. അല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനും ലിറ്റിയും ഒന്നിച്ചാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരുന്നതെങ്കിൽ ആ സമയത്ത് റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന രീതിയും വേറെയാണ്. കഴിയുമ്പോൾ നമുക്ക് റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കണം. ഫോട്ടോ എന്ന് പറയുന്നത് ഇതൊരു നല്ല സിസ്റ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അതിൻ്റെ എന്താ പറയുക, യൂസേജ് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടെ ഒരു ക്രെഡിബിൾ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ അതായത് റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും എടുക്കണം. അതിന് നമ്മൾ വേറൊരു ഫോട്ടോഗ്രാഫറുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് അവിടെ തന്നെ സിഗ്നേച്ചർ എടുത്തിട്ട് ഇട്ട് കഴിയുമ്പോൾ ഒരു കാർഡ് തരും. ആ കാർഡിൽ ഒരു നമ്പർ ഉണ്ട്. ഈ നമ്പർ മാത്രമാണ് നമ്മൾ ഈ റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റിൽ ആഡ് ചെയ്യേണ്ടതുള്ളൂ. ഫോട്ടോയോ ഒന്നും ചെയ്യണ്ട. അപ്പം അവർ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നത് എന്താ, നമ്മുടെ ഫോട്ടോയുടെ ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൈസ് മാനേജ് ആയില്ല, കംപ്രസ് ചെയ്യണം, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. കാരണം അതെല്ലാം അതൊരു ഡിഫൈൻഡ് ഷേപ്പിലായിരിക്കും ഓൾറെഡി അവരുടെ സെർവറിലുണ്ടാവും. നമ്മൾ ഈ ജസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യുമ്പോഴത്തേനും ആ ഡാറ്റ ഓൾറെഡി റിക്കവർ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആവും. പിന്നെ എങ്ങനെയാണ് ഈ വിസ വാലിഡേറ്റ് ചെയ്യേണ്ടതെന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ ഇതാണ് ANEF വെബ്സൈറ്റ്. സോ ഈ വെബ്സൈറ്റിൽ മെയിനായിട്ട് ഇതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൽ മെയിനായിട്ട് ഫസ്റ്റ് ഞാൻ പൊതുവെ ചെയ്യുന്നത് 2 രീതിയുണ്ട്. ഒന്ന്, ഫസ്റ്റ് ANEFിൻ്റെ വെബ്സൈറ്റിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും, ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാലിഡേറ്റ് VLSTS എന്ന് ചെയ്യാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാലിഡേറ്റ് മൈ വിസ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, വിസയുടെ ഡീറ്റെയിൽസ് കൺഫേം ചെയ്യുക. പക്ഷേ ഇതല്ല ഞാൻ ചെയ്യൽ. ഞാൻ പൊതുവെ ചെയ്യുക ഗോ ടു സേ കണക്ടർ മീൻസ് ടു കണക്ട്. അത് ലോഡായി വരും, 2 സെക്കൻഡ് ലോഡായി വരും. സോ ഇങ്ങനെ ഉള്ളത് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്കാണ്. പക്ഷെ അതല്ലാതെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേനും അങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ ഫസ്റ്റ് പ്രീമിയർ വിസിറ്റ് ആണെങ്കിൽ, അതായത് ഫസ്റ്റ് വിസിറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പേജ് വരും. ഇങ്ങനെ ഒരു പേജ് വന്നു കഴിയുമ്പം ഇവിടെ ബേസിക്കലി നിങ്ങളുടെ വിസയുടെ പേജിലുള്ള വിസ നമ്പർ അടിച്ചു കൊടുക്കുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വരെയാണ് വിസ വാലിഡ് ആയിട്ടുള്ളത്, എന്നാണ് വിസ വാലിഡിറ്റി സ്റ്റാർട്ട് ചെയ്തത്, എന്നാണ് വിസ വാലിഡിറ്റി എൻഡ് ചെയ്തത്, ഇത്രയും കൊടുത്തിട്ട് ക്രിയേറ്റ് കോംപ്റ്റേ കൊടുക്കുക. അന്നേരത്തേനും നിങ്ങൾക്കൊരു ഇമെയിൽ വരും. അതിൽ വാലിഡേറ്റ് ചെയ്യാനുള്ളൊരു ലിങ്ക് ഉണ്ടാവും. സിൻസ് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു വാലിഡേറ്റ് ചെയ്യാത്ത വിസ നമ്പർ ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റില്ല. ബേസിക്കലി ഇത്രയാണ് ഫസ്റ്റ് വിസ വാലിഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഇനി സെക്കൻഡ് എനിക്ക് കാണിക്കാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെ സെയിം പ്രൊസീജിയർ തന്നെയായിരിക്കും നമ്മൾ വിസ റിന്യൂവൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനായിട്ട് എനിക്ക് ഫ്രാൻസ് കണക്റ്റിൻ്റെ ID ഉണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. സോ
ഇങ്ങനെ ഒരു പേജിലാണ് വരിക. സോ ഇതിൽ ഞാൻ ഇത് ഈ ഇടയ്ക്ക് തുടങ്ങിയ വേറൊരു ഓപ്ഷനാണ്. അതായത് നമ്മൾ വാലിഡേറ്റ് ചെയ്യുമ്പോൾ ഫ്രഞ്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. ഇതിപ്പോൾ കമ്പൽസറി ആണ്. സോ ഈ ഡോക്യുമെൻ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് സൈൻ ചെയ്ത് റീ അപ്ലോഡ് ചെയ്യണം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിൽ. തിരിച്ച് സെയിം പേജ്. പോർഷനിൽ ഈ പോർഷനിൽ ഫില്ല് ചെയ്യേണ്ടത് ബേസിക്കലി ഇവിടെ 5-6 കാറ്റഗറീസ് ഉണ്ടാവും. ഒന്ന് ക്വാളിഫൈഡ് എംപ്ലോയി എന്ന് പറയുന്നത്, അതാണ് ബ്ലൂ കാർഡ് എന്ന് പറയുന്ന, ജസ്റ്റ് ബ്ലൂ കാർഡ് എന്ന് പറയുന്നത് അല്ല, ക്വാളിഫൈഡ് ലൈക്ക് സാലറി എന്ന് പറയുന്നത്. അത് ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഡിപ്ലോമ അല്ലെങ്കിൽ മാസ്റ്റർ, അതെങ്ങനെയാണ് പറയുന്നത്, യു ഹാവ് ഒബ്റ്റൈൻഡ് ഇൻ ഫ്രാൻസ് എ ഡിപ്ലോമ അറ്റ്ലീസ്റ്റ് ഇക്വലന്റ് മാസ്റ്റർ ഡിഗ്രി, അതിന് മുകളിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അവരുടെ ഗ്രോസ് സാലറി 42-ന് മുകളിലുള്ളവർക്ക് യൂസ് ചെയ്യുന്നതാണ് ക്വാളിഫൈഡ് എംപ്ലോയി എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ ഇത് സ്റ്റാർട്ടപ്പുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇന്നോവേറ്റീവ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഗ്രോസ് സാലറി 42,000-ന് മുകളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കാറ്റഗറിയിലും, അതായത് ബേസിക്കലി ഫ്രഞ്ച് ടെക് വിസ എന്നാണ് ഇതിന് പറയുക. അതായത് IT പ്രൊഫഷണൽസിനൊക്കെ കൂടുതലും കിട്ടുന്നത് ഇതാണ്. പിന്നെയുള്ളതാണ് ബ്ലൂ കാർഡ് എന്ന് പറയുന്നത്. ബ്ലൂ കാർഡ് എന്ന് പറയുന്നത് അവരുടെ സാലറി 53K എബോവ് ആണെങ്കിൽ, അവരുടെ ഗ്രോസ് സാലറി ആനുവൽ സാലറി 53K എബോവ് ആണെങ്കിൽ അവർക്ക് ഹൈലി ക്വാളിഫൈഡ് യൂറോപ്യൻ EU ബ്ലൂ വിസ അപ്ലൈ ചെയ്യാം. പിന്നെയുള്ളത് എംപ്ലോയി ഓൺ അസൈൻമെന്റ്, അതായത് ഇതിന് വരുന്നത് എന്താ പറയാ, ഓൺ സൈറ്റിന് വരുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു വിസയാണ് ദിസ് കാറ്റഗറി. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുന്നുള്ളൂ. സോ ഐ ഹാവ് എ ഡിപ്ലോമ, അതിൻ്റെ ഡീറ്റെയിൽസ്. സോ ഫോർ ദ ടൈം ബീങ് ഐ ജസ്റ്റ് സേ നോ. പിന്നെ ഇവിടെ ഇൻഫർമേഷൻ ഓൺ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, അത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുറേ ഡീറ്റെയിൽസ് ചോദിക്കും, അതെല്ലാം ഫില്ല് ചെയ്യണം. സോ ഞാനിപ്പോൾ തൽക്കാലം അതും നോയാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ കറക്റ്റ് കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഏതാണെന്ന്, അതായത് 2 ടൈപ്പ് കാറ്റഗറിയാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് CDD, അതായത് ഷോർട്ട് ടൈം കോൺട്രാക്റ്റും ലോങ് ടൈം കോൺട്രാക്ട്. അതായത് CDI എന്ന് പറയുന്നത് പെർമനന്റ് പൊസിഷൻ ഉള്ളവർക്കാണ് പൊതുവെ CDI കിട്ടുക. അല്ലാത്ത എല്ലാ കോൺട്രാക്റ്റുകളും CDD ആയിരിക്കും. ഇപ്പം ഞാൻ CDD സെലക്ട് ചെയ്തു. എന്നാണ് കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുക്കുക. എത്ര കൊല്ലത്തേനാണ് കോൺട്രാക്ട് എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് 2 കൊല്ലത്തെ ഒരു കോൺട്രാക്ട് എക്സാമ്പിളായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഗ്രോസ് സാലറി എത്രയാണെന്ന് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് 85,000 എന്ന് കൊടുത്തു. സിററ്റ് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കൊടുത്തില്ലെങ്കിലും കമ്പൽസറി ആണ്. സിററ്റ് നമ്പർ പൊതുവെ നിങ്ങളുടെ ജോബ് ഓഫറിൽ തന്നിട്ടുണ്ടാവും. കണ്ടിന്യൂ ചെയ്തു, നമ്മൾ നെക്സ്റ്റ് ഫേസിൽ പോവാണ്. ഇനി ഇതിൽ നമ്മുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഓൾഡ് റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യണം റിന്യൂവലിനുള്ളവർക്ക്. ഫ്രഷിന് ഈ ഒരു സെക്ഷൻ ഉണ്ടാവില്ല. പിന്നെ പാസ്പോർട്ട് നമ്പർ ആഡ് ചെയ്യണം. ഫോട്ടോ നമ്പർ, പാസ്പോർട്ട് നമ്പർ അല്ല, ഫോട്ടോ നമ്പർ. അതായത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീഡിയോയിൽ, നിങ്ങൾക്ക് ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ചെയ്യുന്നത് ഈ നമ്പർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ നമ്പർ അറ്റാച്ച് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ്റെ ഒരു പ്രൂഫ്, ഇത്രയും ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്യണം. പിന്നെ എന്താണ് എംപ്ലോയർ സർട്ടിഫിക്കറ്റ് വേണം. ഇത് ഫില്ല് ചെയ്യിച്ചിട്ട് അത് വേണം. നമുക്ക്
ഇത് ചെയ്യാനായിട്ട്. ദെൻ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് പോവുക. പക്ഷെ ഇതൊക്കെ ഫില്ല് ചെയ്യണം, അതുകൊണ്ടാണ് നെക്സ്റ്റ് ലാസ്റ്റ് സെക്ഷൻ. ഇതിൻ്റെ എല്ലാം സമ്മറിയാണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളത് ഉള്ളതിന് മീൻസ് ഇപ്പം നമ്മൾ ഫില്ല് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നതാണ് സമ്മറിയിൽ. പിന്നെ ഫൈനൽ ലാസ്റ്റ് 5th സെക്ഷനിൽ ഇതിൻ്റെ കൺഫർമേഷനാണ്. അത്രയേ ഉള്ളൂ. അത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ബേസിക്കലി വരിക. ഇങ്ങനെയൊരു പേജാണ് കിട്ടുക. ഇതിൽ 3 ഹെഡിങ്സ് ആണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ കൺഫർമേഷൻ്റെ റിപ്പോർട്ട്, ആ ഡോക്യുമെൻ്റ് വരുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണ്. രണ്ടാമത്തേത് വരുന്നത് ഒന്നെങ്കിൽ അറ്റസ്റ്റേഷൻ്റെ ഫേവറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷനായി, അല്ലെങ്കിൽ അറ്റസ്റ്റേഷൻ്റെ പ്രൊളോങ്ങേഷൻ്റെ ഇൻസ്ട്രക്ഷൻ മീൻസ് വിസ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഡോക്യുമെൻ്റ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിൽ ഒരു മെസ്സേജ് വരും. അന്നേരമാണ് നിങ്ങൾ പോയി നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് ഇപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കൻറ്റ്, പ്രൈമറി ആപ്ലിക്കൻറ്റിനാണെങ്കിൽ അപ്ലൈ ചെയ്ത് ഒരു 2 മാസം, എൻ്റേത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപ കൊണ്ട് പെട്ടെന്ന് കിട്ടി. ആക്ച്വലി എനിക്ക് ആകെ 2 ആഴ്ച എടുത്തുള്ളൂ. പക്ഷേ ഞാൻ ഒത്തിരി പേരുടെ എടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 1.5 മന്താണ് ജനറൽ ഒരു ടൈം ലൈൻ. ഇപ്പോൾ അത് 3 മാസത്തിന് മണ്ടയിലും പോകാറുണ്ട്. അതായത് നമ്മൾ റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഡോക്യുമെന്റ് കിട്ടും. അതായത് ഇപ്പോൾ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പാസ്പോർട്ടിലെ സ്റ്റാമ്പ് ചെയ്ത ആ വിസ വാലിഡിറ്റി കഴിഞ്ഞാലും ഈ ഡോക്യുമെന്റ് ഉണ്ടെങ്കിലും നമുക്ക് ഫ്രാൻസിൽ സ്റ്റേ ചെയ്യുന്നതിന് ഇഷ്യൂ ഒന്നുമില്ല. അത് നമ്മുടെ ഒരു ലീഗാലിറ്റിയാണ്. പക്ഷേ പിന്നെ ഈ രണ്ടാമത് വരുന്നതാണ്, ഇൻ കേസ് ഇപ്പോൾ വിസ കാലാവധി കഴിയാറായി ഡിസിഷൻ ആയിട്ടില്ലെങ്കിൽ അവർ വേറെ ഡോക്യുമെന്റ് തരും. അതിനാണ് പ്രൊലോങ്ങേഷൻ്റെ അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് വിസ എക്സ്റ്റൻഷൻ എന്ന് പറയും. അത് പൊതുവെ 3 മാസമാണ് തരിക. പിന്നെയുള്ളത് ഒരു ഡോക്യുമെന്റ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അറ്റസ്റ്റേഷൻ്റെ ഫേവറബിൾ എന്നാണ്. ഇതാണ് ആക്ച്വലി റിയലി ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ്. കാരണം ഈ ഡോക്യുമെന്റ് റെസിഡൻസ് പെർമിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് വെച്ച് നമുക്ക് പുറത്തും ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ അറ്റസ്റ്റേഷൻ്റെ ഡിസിഷൻ ഫേവറബിൾ വന്നതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ ഐഡിയലി നമുക്ക് റെസിഡൻസ് പെർമിറ്റ് കിട്ടണം എന്നാണ്. പക്ഷേ ഓൾവേസ് ദാറ്റ്സ് നോട്ട് ദ കേസ്. ചിലപ്പോൾ ഒത്തിരി ഒരു 5-6 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ട കേസ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ കാർഡ് റെഡി ആയിട്ട് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അവർ നോട്ടിഫൈ ചെയ്യില്ല. എൻ്റെ 3 തവണത്തെ റെസിഡൻസ് പെർമിറ്റിൽ ഞാൻ എപ്പോഴും എനിക്ക് ഇതുവരെ മെസ്സേജ് വന്നിട്ടില്ല. ഞാൻ പൊതുവേ ചെയ്യുക, എനിക്ക് ഡിസിഷൻ ഫേവറബിൾ വന്നു കഴിയുമ്പോൾ ഞാനൊരു 1.5 മാസം കഴിയുമ്പോൾ പ്രിഫെക്ചറിൽ പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ കാർഡ് റെഡി ആണെങ്കിൽ അവർ ടാക്സ് പേ ചെയ്തിട്ട്, അതായത് നമുക്ക് കാർഡ് കളക്ട് ചെയ്യാനായിട്ടൊരു ഫീ ഉണ്ട്. അതല്ലാതെ വേറെ ഫീസൊന്നുമില്ല. ലൈക്ക് വിസ ഫീ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫീ മാത്രമാണ് നമുക്ക് വിസ പെർമിറ്റിന് ആവശ്യമുള്ളൂ. അതും ഭയങ്കര കുറവാണ് എന്നാണ് കമ്പയർഡ് ടു UK ഇത് വളരെ കുറവാണ്. കാരണം UK വിസ എക്സ്റ്റൻഷൻ എനിക്ക് തോന്നുന്നു ഹെൽത്ത് സർചാർജും എല്ലാം കൂടെ കൂട്ടി അറൗണ്ട് ഒരു 1000 പൗണ്ട്സ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുന്നത് 200 യൂറോ ആണ്. അത് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് കോൺട്രാക്റ്റിൻ്റെ കാലാവധി എത്രയാണോ അത്രയും നാളാണ്. ഇപ്പോൾ നമുക്കൊരു 4 ഇയർ കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ഇയറിന് വേണ്ടി 200 യൂറോസ് പേ ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ കോൺട്രാക്റ്റ് 1 ഇയർ ആണെങ്കിൽ എല്ലാ കൊല്ലവും നമ്മൾ 200 അടയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെങ്തി കോൺട്രാക്റ്റ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാർഡ് കിട്ടും. ഒരു തവണ കിട്ടിക്കഴിഞ്ഞാൽ അത് 4 കൊല്ലത്തിന് വാലിഡും ആയിരിക്കും. നമുക്ക് എപ്പോഴും ഈ പ്രൊസീജിയറിന് പോകണ്ട. പക്ഷേ ഈ 1 ഇയർ കോൺട്രാക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്തൊരു 3 മാസം കഴിഞ്ഞ് 3 മാസം 4 മാസം കഴിഞ്ഞ് കാർഡ് കിട്ടുള്ളൂ. കാർഡ് കിട്ടിയ ഒരു 3 മാസം 4 മാസം കഴിയുമ്പോഴത്തേനും അത് റിന്യൂ ചെയ്യേണ്ട സമയമാവും. അപ്പോൾ വീണ്ടും നമുക്ക് പുറത്ത് ഔട്ട് ഓഫ് ഷെങ്കൻ ഏരിയ ട്രാവൽ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ലോങ് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ റെസിഡൻസ് പെർമിറ്റ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് കാശും പേ ചെയ്താൽ മതി. കാരണം 1 ടൈം 200 യൂറോ പേ ചെയ്താൽ മതി.
ഒരു കോൺട്രാക്റ്റിന് ശേഷം അതൊരു വലിയ ടോപ്പിക് തന്നെയാണ്. ബ്രീഫ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള രാജ്യത്തിൽ PR എന്ന് പറയുന്നതിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള സംഭവമാണ് നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് 5 കൊല്ലം വർക്ക് ചെയ്ത റെസിഡൻസ് പെർമിറ്റും അഡ്രസ്സും കോൺട്രാക്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഐഡിയലി നാച്ചുറലൈസേഷൻ അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ നാച്ചുറലൈസേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് കിട്ടുക നാച്ചുറലൈസേഷൻ അല്ല, നമുക്ക് ഫസ്റ്റ് കിട്ടുക 10 ഇയർ കാർഡാണ്. 10 വർഷത്തെ കാർത്ത സെജൂറാണ്. അത് കഴിഞ്ഞിട്ട് 10 ഇയർ കാർഡ് കിട്ടി രണ്ടാമത്തെ റിന്യൂവലിനാണ് ശരിക്കും ഫ്രഞ്ച് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, അതായത് ഫ്രാൻസിൽ ഡിഗ്രി ചെയ്ത കുട്ടികൾക്ക് ഒരു ഡിപ്ലോമ എങ്കിലും ഫ്രാൻസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ 5 കൊല്ലത്തെ റോളില്ല, അവർക്ക് 3 കൊല്ലമുള്ളൂ. 3 കൊല്ലത്തെ കണ്ടിന്യൂസ് സ്റ്റേ ഉണ്ടെങ്കിൽ അവർക്ക് നാച്ചുറലൈസേഷൻ അപ്ലൈ ചെയ്യും. ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോങ് സ്റ്റേ ഉണ്ട്. സോ നമ്മൾ യൂറോപ്യൻ യൂണിയൻ്റെ സിറ്റിസൺ ആവും. പിന്നെ നമുക്ക് കിട്ടുന്ന 10 ഇയർ കാർഡ് എന്ന് പറയുന്നത് ഫ്രാൻസിൽ മാത്രമല്ല, യൂറോപ്പിൽ എവിടെ വേണേലും, ഷെങ്കൻ ഏരിയയിൽ എവിടെ വേണേലും ജോലി അന്വേഷിക്കുന്നതിനൊരു ഒബ്ലിഗേഷൻ അല്ല. നമുക്ക് എവിടെ വേണേലും പോയി ജോലി ചെയ്യാം. നമ്മൾ ലീഗലി ഒരു ലൈക്ക് എപ്പോഴും വിസ എടുക്കുന്ന ഇഷ്യൂ ആണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്നത്. അത് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് നാച്ചുറലൈസേഷൻ്റെ വൺ ബെനിഫിറ്റ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഫ്രഞ്ച് സിറ്റിസൺഷിപ്പോ അല്ലെ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പോ എടുക്കുമ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സറണ്ടർ ചെയ്യണം. അപ്പം നമുക്ക് ഡ്യുവൽ നാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇന്ത്യക്കില്ല. അപ്പം ഒന്നെങ്കിൽ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വിത്ത് വിസ, അല്ലെങ്കിൽ ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് ബൈ സറണ്ടറിങ് ഇന്ത്യൻ. അപ്പം അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫാമിംഗ് പ്ലോട്ടൊക്കെ നാട്ടിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുക. ഇവിടെ ലോങ് ടൈം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലൈസേഷൻ ഗുഡ് ഓപ്ഷൻ എന്ന് പറയും. ബ്ലൂ കാർഡ് എന്ന് പറയുന്നത് വേറൊരു വിസ കാറ്റഗറിയാണ്. ബ്ലൂ കാറ്റഗറി എന്ന് പറയുന്നത് വേറൊരു വിസ കാറ്റഗറിയാണ്. അതായത് നമ്മുടെ വർക്ക് കോൺട്രാക്റ്റിൽ നമ്മുടെ സാലറി 3 ആയിട്ടാണ് തിരിക്കുക. അതായത് ബ്രട്ട്, നെറ്റ്, ഗ്രോസ്, നെറ്റ്. ബ്രട്ട് സാലറി എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ആവറേജ് സാലറിയുടെ 3 times. അതായത് ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് 55,000 യൂറോ പെർ ഇയറിന് മുകളിലാണ് നിങ്ങളുടെ ആനുവൽ സാലറി എങ്കിൽ നിങ്ങൾക്ക് യൂറോപ്യൻ ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാം. അതാണ് ഒരു എന്താ പറയുക പ്രിവിലേജ്ഡ് റെസിഡൻസ് പെർമിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. കാരണം അതുണ്ടെങ്കിൽ നമുക്ക് യൂറോപ്പിൽ, ഫ്രാൻസിൽ മാത്രമല്ല വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആണ്. ക്രൈറ്റീരിയ ബാക്കി റൂൾസ് എല്ലാം സെയിം ആണ്. ഒറ്റ കണ്ടീഷൻ, നമ്മുടെ സാലറി, ആനുവൽ സാലറി എന്ന് പറയുന്നത് 55,000 യൂറോയ്ക്ക് മുകളിലായിരിക്കും. അതിൽ താഴെ അതിപ്പോൾ അതൊരു കൊല്ലത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു എന്ന് കൺസിഡർ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ആ സാലറിയുടെ ലോവർ റെജിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബ്ലൂ കാർഡിന് എലിജിബിൾ അല്ലാണ്ടാവും. അപ്പം നമ്മൾ നോർമൽ റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യണം. സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവിടെ ഡിഗ്രി ചെയ്ത്, അതായത് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD ഇവിടെ ചെയ്തവർക്ക് 2 ഇയർ സ്റ്റേ ഉണ്ട്. അതിന് പറയുന്നത് APS വിസ എന്നാണ് പറയുന്നത്. അത് ഇന്ത്യൻസിന് 2 കൊല്ലവും ബാക്കിയുള്ളവർക്ക് 1 കൊല്ലം ഉള്ളൂ. അത് നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ചെയ്യണം. എന്നാലാണ് നമുക്ക് 2 കൊല്ലത്തെ ആ വാലിഡിറ്റി കിട്ടുള്ളൂ. പിന്നെ അല്ലാതെ നമ്മളെ, അതായത് വർക്കിന് വന്നിട്ട് വർക്കിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ട് വേറൊരു ജോലി അന്വേഷിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയം 2 മാസം കൂടെ അഡീഷണൽ കിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി കണ്ടെത്തണം, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരും. അതായത് നമ്മൾ 6 മാസം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, 6 മാസത്തിൽ കൂടുതൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷൊമാഷ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അതായത് പോൾ എംപ്ലോ എന്നാണ് ഇപ്പോൾ അത് പറയാം. അതായത് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് എന്നാണ് ഇതിന് പറയുക. അപ്പം അൺഎംപ്ലോയ്മെന്റ് അലവൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ അവരൊരു ലെറ്റർ തരും. ഈ ലെറ്റർ വെച്ച് നമുക്ക്
ജോബ് സെർച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അതൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഏത് വിസ കാറ്റഗറി ആണോ അതേ വിസ കാറ്റഗറി തന്നെ ഒരു കൊല്ലം കൂടെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഈ ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ വേറൊരു ജോലി കണ്ടുപിടിച്ചു. അതായത് നമ്മൾ ലാസ്റ്റ് ഡ്രോ ചെയ്ത സാലറിയുടെ 60 to 80% നമുക്ക് കിട്ടും. അതെന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ആണ്. അപ്പം നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ട ആ എമൗണ്ടിൽ. അത് അതായത് നമ്മൾ വർക്ക് ചെയ്ത ഇപ്പോൾ നമ്മൾ വർക്ക് കോൺട്രാക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് നമ്മുടെ സാലറിയിൽ നിന്ന് പിടിക്കുന്നത് അവർ റീഇംബേഴ്സ് ചെയ്യുന്നതാണ് ശരിക്കും. അവർ നമ്മളെ എല്ലാ മാസവും എത്ര ശതമാനം സോഷ്യൽ ബെനിഫിറ്റ്സിന് വേണ്ടി പിടിക്കുന്നുണ്ട്. അതിലെ ഒരു കോമ്പോണന്റ് എന്ന് പറയുന്നത് ഈ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതൊരു സിംഗിൾ വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അതിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീഡിയോയുടെ കൂടെ അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ചേർത്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. See you.